സർക്കാർ ജീവനക്കാരിയുടെ സത്യസന്ധതയിൽ നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണം മറ്റൊരു സർക്കാർ ജീവനക്കാരിക്ക് തിരിച്ചു കിട്ടി. കോതമംഗലം താലൂക്ക് ഓഫീസിലെ ജീവനക്കാരിയായ നെല്ലിക്കുഴി സ്വദേശിനി കെ സജിതയാണ് മാതൃകയായത്. 1 പവനിലധികമുള്ള പാദസരമാണ് KI നിജയ്ക്ക് തിരിച്ചു കിട്ടിയത്. കോതമംഗലത്ത് സിവിൽ സ്റ്റേഷനിൽ നിന്നാണ് വെള്ളിയാഴ്ച വൈകുന്നേരം താലൂക്ക് ഓഫീസിലെ ജീവനക്കാരിയും നെല്ലിക്കുഴി ഇരുമലപ്പടി സ്വദേശിനിയുമായ കെ സജിതയ്ക്ക് സ്വർണ്ണ പാദസരം ലഭിച്ചത്. ഓഫീസിലെത്തി പലരോടും ചോദിച്ചെങ്കിലും ഉടമയെ കണ്ടെത്താനായില്ല. ഉടൻ തന്നെ പാദസരം തഹസിൽദാരെ ഏൽപ്പിച്ച് സജിത മടങ്ങി. തിങ്കളാഴ്ച രാവിലെ ഓഫീസിലെത്തിയപ്പോഴാണ് പാദസരത്തിന്റെ ഉടമയെ കണ്ടെത്തിയതായി സജിത അറിയുന്നത്. ഞാൻ ചെക്ക് ക്ലിയറൻസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു SBI ബാങ്കിൽ. അപ്പോൾ അത് ചോദിച്ചിട്ട് ബാങ്കിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്കാണ് 4:30 അങ്ങോട്ട് അടുത്തിട്ട് ആയിട്ടുണ്ടാവും. അപ്പോഴാണ് തിരിച്ചു വരുന്ന നമ്മുടെ എൻട്രൻസ് കഴിഞ്ഞിട്ടുള്ള ആ ടൈലിലേക്ക് കിടക്കുന്നത്. ടൈലിൻ്റെ ഗ്യാപ്പിലും ടൈലിലുമായിട്ടാണ് ഇത് കിടന്നത്. എടുത്ത് കൊണ്ടുവന്ന് ഇപ്പോൾ സാറിനോട് പറഞ്ഞു, ഇന്ന ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, ഇത് സ്വർണ്ണമാണോ എന്നുള്ളത് ഒരു സംശയമായിരുന്നു. അപ്പോൾ സ്വർണ്ണമാണോ എന്ന് എല്ലാവരോടും ചോദിച്ചു. നമ്മുടെ സ്റ്റാഫിൻ്റെ ആരുടെയെങ്കിലും ആണോ അതും ചോദിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സാറ് വിളിപ്പിച്ചു, അങ്ങനെ ആൾ വന്നിട്ടുണ്ട്, റെക്കോർഡിൽ ആണ് സൂക്ഷിച്ച് വെച്ചിരുന്നത്. അതെടുത്തുകൊണ്ട് വന്ന് കൊടുത്തു. സന്തോഷമായി. മിനി സിവിൽ സ്റ്റേഷനിൽ തന്നെയുള്ള സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസിലെ ജീവനക്കാരി KI നിജയുടേതായിരുന്നു പാദസരം. ആലുവയിലെത്തിയപ്പോഴാണ് പാദസരം നഷ്ടപ്പെട്ടതായി നിജ അറിയുന്നത്. തുടർന്ന് സഹപ്രവർത്തകയുടെ സഹായത്തോടെ അന്വേഷണം ആരംഭിച്ചു. താലൂക്ക് ഓഫീസിലെത്തിയപ്പോഴാണ് പാദസരം കിട്ടിയെന്ന വിവരം ലഭിച്ചത്. ബസ്സിറങ്ങി തൊട്ട് മുമ്പ് ജസ്റ്റ് നോക്കിയതാ കാലിൽ പാദസരം ഉണ്ടോന്ന്. അപ്പോൾ ഒരു കാലിൽ പാദസരം ഇല്ല. അപ്പോൾ തന്നെ ഞാൻ ആകെ എന്താ പറയുക, എന്തോ ഒരവസ്ഥയിലായിപ്പോയി. കണ്ണൊക്കെ ഇരുട്ടുമൂടി ആകെ ഒരു അവസ്ഥ. പിന്നെ ഓഫീസിൽ വാച്ച്മാൻ ഉണ്ട്. അപ്പോൾ ഞാൻ വാച്ച്മാനെ വിളിച്ചു. പിന്നെ എൻ്റെ ഓഫീസിലെ ടൈപ്പിസ്റ്റായ റിഫാനയുടെ വീട് ഇവിടെ നെല്ലിക്കുഴിയിലാണ്. അപ്പോൾ ആ കുട്ടീനെ ഞാൻ വിളിച്ചു. പിന്നെ റിഫാന ഓടി വന്നു. ഞങ്ങളന്ന് പുറത്ത് ഉച്ചയ്ക്ക് കടയിൽ പോയിരുന്നിട്ട് ഹോമിയോടെയൊക്കെ പോയിരുന്നു. അവിടെയൊക്കെ പോയി നോക്കിയ കുട്ടി ഓഫീസിലും നടന്നു വന്ന വഴിയിലൊക്കെ നോക്കി. അത് കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് ഒരു ഐഡിയ തോന്നിയെന്ന് താലൂക്കിൽ CCTV ഉണ്ടല്ലോ, അവിടെ പോയിട്ടൊന്ന് ചോദിക്കാം അങ്ങനെ പറഞ്ഞോട്ട് ഇവിടെ വന്നതാ. ചോദിക്കാനായിട്ട് വന്നപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. സന്തോഷമായി. കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെയും എനിക്ക് എൻ്റെ തന്നെയാണോ അതിന്ന് കൈ കിട്ടണവരെ എൻ്റെ തന്നെയാണോ കിട്ടിയെന്നുള്ളൊരു എന്താ പറയുക ഒരു അവസ്ഥയിലായിരുന്നു. തിങ്കളാഴ്ച രാവിലെ ഡെപ്യൂട്ടി തഹസിൽദാർ KM സുബൈറിന്റെ സാന്നിധ്യത്തിൽ സജിതയിൽ നിന്ന് നിജ പാദസരം ഏറ്റുവാങ്ങി. സജിതയുടേത് പൊതുസമൂഹത്തിന് മാതൃകാപരമായ പ്രവൃത്തിയായിരുന്നുവെന്ന് തഹസിൽദാർ അനിൽകുമാർ പറഞ്ഞു. സജിതയെ അദ്ദേഹം അഭിനന്ദിച്ചു. നമുക്കിന്ന് പൊതുസമൂഹത്തിന് ഏറ്റവും മാതൃകയാകുന്ന ഒരു പ്രവർത്തനമാണ് ഞങ്ങളുടെ താലൂക്ക് ഓഫീസിലെ ജീവനക്കാരിയായിട്ടുള്ള സജിത നിർവഹിച്ചത്. നഷ്ടപ്പെട്ടു പോയ സ്വർണം അത് അതിൻ്റെ ഉടമസ്ഥനെ തിരിച്ചു കിട്ടുന്നതിന് സഹായകമാകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തിയത്. അത് തിരിച്ച് കിട്ടിയപ്പോൾ, നഷ്ടപ്പെട്ടത് കിട്ടിയപ്പോൾ തന്നെ അത് ഉത്തരവാദിത്തപ്പെട്ടത് നമ്മളെ ഇവിടെ ഏൽപ്പിക്കുകയും അത് അതിൻ്റെ ഉടമസ്ഥൻ വന്നപ്പോൾ തിരിച്ചു കൊടുക്കാനായി ഇത്തരത്തിൽ മാതൃകാപരമായിട്ടുള്ള പൊതുസമൂഹത്തിന് മാതൃകയാവുന്ന പ്രവർത്തനത്തെ സജിതയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും തരുന്നു. GTV ന്യൂസ് കോതമംഗലം.